എല്ലാവർക്കും ഡിക്കവന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിപ്പോ രാത്രിയിലത്തെ ഒരു വീഡിയോ എടുക്കുവാണേ. മെയിനായിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നത്തെ ദിവസം ഭയങ്കര വയ്യായികയായിരുന്നു. അപ്പോൾ ഞാൻ നാളെ സ്കൂളിൽ പോകേണ്ടതാണ്. അപ്പം അമ്മക്ക് സ്കൂളിൽ ചോറ് സാധാരണ കൊടുത്തു വിടുന്നത്. അപ്പോൾ എനിക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നാളെ ചപ്പാത്തിയോട് പറഞ്ഞു തന്നാൽ പിന്നെ അമ്മയ്ക്ക് വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കിയായിരുന്നു. അപ്പം ചപ്പാത്തിക്ക് രാവിലെ എണീച്ച് എല്ലാം കൂടെ കറി ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരു മഷ്റൂം കറിയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുന്നത്. മഷ്റൂം കറിയും പിന്നെ അതിൻ്റെ കൂടുതൽ എഗ് ബുർജിയും ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു. എഗ് ബുർജിയൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ മഷ്റൂം കറി ഞാൻ ഇന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ എനിക്ക് വലിയ പാടില്ല. വയ്യായിക പോലും വന്നു കഴിഞ്ഞാൽ രാവിലെ എണീക്കാനും പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും കറി ഉണ്ടാക്കിയേക്കാണ്. കറി ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ലെന്നാണ് എന്നെ തോന്നുന്നത്. അപ്പോൾ ഇത് ഇടുവാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ കാഷ്യൂ പൗഡറൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു കിഡിനൊരു മഷ്റൂം കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി. അതുപോലെ വേറൊരു കാര്യം പറയാൻ പറഞ്ഞത്, അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോയത്. അപ്പോൾ 50K സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ ഒരു 50Kയിലേക്ക് എത്താൻ പറ്റൂ. തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക കേട്ടോ. ബെല്ലൈക്കൺ കൂടെ അമർത്തിയേക്കണം. എന്നാലും ഞാനിവിടെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ സംസാരിച്ച സമയങ്ങളായതിൽ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. കാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഒരു മീഡിയം സൈസ് 3 സവാളയാണ് എടുത്തിരുന്നത്. അപ്പം അതുപോലെ ഞാൻ ഈ ചോപ്പറിലൊരു റിവ്യൂ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഉപയോഗമുള്ള സാധനം തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ മീഷോയിലൊക്കെ ഉണ്ട്. ആ ഒരു ഓഫർ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു മീഡിയം സൈസ് വരുന്നത്, ഇതിൻ്റെ ചെറിയ സൈസ് വരുന്നത് നമുക്കുള്ള അതിൻ്റെ കൂടെ ഉള്ളത് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഞാൻ പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ. വെള്ളമൊക്കെ വറ്റിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണേ വേണ്ടത് കേട്ടോ. കുറച്ചൊരു ഓയിൽ അധികം വേണം നമുക്കിതിന്. അപ്പോൾ അതേ ഓയിലൊക്കെ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ അതേ ഓയിലൊക്കെ ചൂടായി വരുമ്പോഴത്തേക്ക് ഞാനൊരു പട്ട, ഒരു ഗ്രാമ്പു, ഒരു ഏലക്ക, ഇത് 3 ഇട്ടിട്ടുണ്ടേ. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എല്ലാത്തിനും നല്ല കോമ്പിനേഷൻ കേട്ടോ. പിന്നെ അതിനകത്തേക്ക് ഞാൻ ഒരു ചെറിയ ഒരു സ്പൂൺ ജീരകം, ചെറിയ ജീരകമാണേ. ഓക്കെ, ഇപ്പം അതെല്ലാം മൂത്തിട്ടുണ്ട്. അതിന് നമുക്ക് നമ്മുടെ സവാള നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നതിന് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ തന്നെ ചപ്പാത്തി ഞാൻ കുഴച്ച് വയ്ക്കും കേട്ടോ. രാവിലെ നമ്മളിപ്പോൾ രാത്രി കുഴച്ച് വെച്ച് കഴിയുമ്പോൾ രാവിലെ ആകുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ മാവ് നന്നായിട്ടിരിക്കും. രാവിലെ എണീറ്റപ്പോൾ കുഴക്കണ്ട. പിന്നെ ഞാൻ രാത്രി തന്നെ മാവൊക്കെ ഒന്ന് കുഴച്ച് വെക്കും. ഇനി നമ്മുടെ സവാള ഒന്ന് വഴന്ന് വരണം നല്ല രീതിയിൽ. നമ്മളെപ്പോഴും ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഓരോ ജോലികൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടുതൽ ക്ലീൻ കൂടെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം അടിച്ചു വേണ്ട. അല്ലെങ്കിൽ പിന്നെ അവസാനം എല്ലാം ഒരുമിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും. നമ്മൾ അത് ടിപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം ഏതെടുക്കുന്നോ അപ്പോഴും തന്നെ നമ്മൾ കഴിയെ മാറ്റുവാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. അടുത്ത അടുപ്പിൽ ഞാൻ ഉണ്ടല്ലോ ഇത് ഒരാൾ പിടിച്ചോണ്ട് നിൽക്കണം, അല്ലെങ്കിൽ അതിൻ്റെ അടിവശം കണ്ടോ അതിന് തിരിക്കത്തില്ല. അപ്പം ഞാൻ അതിനകത്ത് കുറച്ച് നമ്മുടെ ഉലുവ ഇലയില്ലേ കസൂരി മേത്തി ഒന്ന് ചൂടാക്കുവാണ്. നമ്മളിതിനകത്തൊന്ന് പൊടിച്ച് ചേർക്കണം. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഉണങ്ങിയിരിക്കുന്നോണ്ടേ ജസ്റ്റ് ഒന്ന് ഒരു നമ്മുടെ ക്രഷ് ചെയ്തെടുക്കണം. ആ രീതിയിലാവുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. മതി, ഇത്രയും മതി. ഇനി അങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക്. പിന്നെ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാറുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഞാനിവിടെ 1 സ്പൂൺ മുളക് പൊടി എടുക്കണം. 1 സ്പൂണേ എടുത്തിട്ടുള്ളൂ കേട്ടോ. 1 സ്പൂൺ എന്ന് പറഞ്ഞാൽ അത് മൊത്തം ആയിട്ടില്ല. ഞാൻ ആദ്യം ഇട്ടപ്പോൾ മൊത്തം വന്നില്ല കേട്ടോ. അത് 1 സ്പൂൺ മുളക് പൊടി ഇട്ടു. അതുപോലെ തന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ നമുക്ക് 1 സ്പൂൺ വേണ്ട, ഒരു 1/4 സ്പൂൺ
മഞ്ഞൾപ്പൊടി, ഇതിലാക്കി നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടെ വേണം. ഇത്ര ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. പൊടികളെല്ലാം കൂടെ നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണേ. ആണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. നമ്മുടെ സവാളയും പൊടികളെല്ലാം ഒരുമിച്ച് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? രണ്ട് തക്കാളി ഞാൻ ഒന്ന് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 2 തക്കാളി എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് അതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. അത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിൻ്റെ നമ്മൾ ഈ തക്കാളിയുടെയൊക്കെ പച്ചമണം മാറണം കേട്ടോ. നമ്മൾ ആ ടൊമാറ്റോ പ്യൂരി ഒഴിച്ചുകൊണ്ട് അതിൻ്റെ തക്കാളിയുടെയൊക്കെ പച്ചമണം മാറാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പം തീ ചെറുതായിട്ടൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ സവാളയും തക്കാളി എല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ഇട്ട് കൊടുക്കുവാണ്. ഇനി മഷ്റൂമൊക്കെ നന്നായിട്ട് അതിനകത്ത് പിടിക്കണം. നന്നായിട്ട് നമ്മളിതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് ഇനിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ മഷ്റൂമൊക്കെ നന്നായിട്ട് നമ്മുടെ എല്ലാം പിടിച്ചിട്ടുണ്ട്. മിക്സൊക്കെ റെഡിയായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഒരുപാട് ഒഴിക്കേണ്ട, കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. ഞാൻ ഒരു അര പോലും ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് മാത്രം നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മുടെ മഷ്റൂം ഒന്ന് വേവണം. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്കൊന്ന് അടച്ച് വെച്ച് ആ വെള്ളം ഒഴിച്ചതൊക്കെ കുറച്ചൊന്ന് വറ്റി, ഒരുപാട് വറ്റരുത്. അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മാവ് നാളത്തേക്കുള്ളതൊന്ന് കുഴച്ച് വെക്കണം. ഇതാവുന്ന വേവട്ടെ. ഞങ്ങളുടെ ആശീർവാദിൻ്റെ കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ആശീർവാദം ഉപയോഗിക്കാറുണ്ട്, എലൈറ്റിൻ്റെയും ഉപയോഗിക്കാറുണ്ട്. രണ്ടും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് രാവിലെ കാപ്പിക്കും നമ്മുടെ ഈ ചപ്പാത്തി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചധികം എടുക്കണം. കുറച്ച് മാവ് വെച്ചേക്കണം. നമുക്ക് പരത്താൻ വേണ്ടിയിട്ട് വേണം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് നല്ല സോഫ്റ്റായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കുന്നത്. ഞാൻ ചൂടുവെള്ളമൊന്നുമല്ല കേട്ടോ, നോർമൽ സാധാരണ നമ്മുടെ വെള്ളം തന്നെയാണ് ഒഴിച്ച് കുഴയ്ക്കുന്നത്. നമുക്ക് നന്നായിട്ടുള്ള ഗോതമ്പ് പൊടി ഒഴിച്ച് കുഴച്ചെടുക്കാം. നല്ല പോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ജസ്റ്റ് മേളിലൊന്ന് തൂവും കേട്ടോ. നല്ലവണ്ണം എല്ലായിടത്തും ആ വെളിച്ചെണ്ണ ആകത്തക്ക രീതിയിൽ നന്നായിട്ട് ഒന്ന് പരട്ടി വയ്ക്കും. ഓക്കെ, അപ്പം നമ്മുടെ ഗോതമ്പ് മാവ് നാളത്തേക്കുള്ള ചപ്പാത്തിക്കുള്ള മാവ് ഞാൻ കുഴച്ച് വെച്ചു. നമുക്ക് ക്ലീൻ ചെയ്ത് ഇവിടെ നോക്കുക. ഇനി നമുക്ക് നമ്മുടെ ചപ്പാത്തിയുടെ മാവ് ഒന്ന് അടച്ച് അങ്ങ് മാറ്റി വെക്കാം. ഇനി നമ്മൾ കറി എന്തായാലും നോക്കാം. നമുക്ക് ഗൈസ്, ഞാൻ അതിനകത്ത് നമ്മുടെ അണ്ടിപ്പരിപ്പ് പൊടിച്ചത് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതെന്തോ റെക്കോർഡായില്ല, ആ പോർഷൻ മാത്രം. അപ്പോൾ ഒന്നുമില്ല, അണ്ടിപ്പരിപ്പ് പൊടിച്ചത് നമ്മൾ ഒരു പിടി അണ്ടിപ്പരിപ്പ് പൊടിച്ചത് അതിനകത്ത് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഗ്രേവി കുറവാണെങ്കിൽ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ കസൂരി മേത്തി ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് നമുക്ക് ഒന്ന് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പം ഇതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ ആകുമ്പോൾ
നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ കസൂരി മേത്തി തീർച്ചയായിട്ടും ചേർക്കണം കേട്ടോ. നമ്മുടെ ഈ ഒരു കറിക്ക് ആ കസൂരി മേത്തിയുടെ ഒരു ഫ്ലേവർ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. മഞ്ഞയില ഉണ്ടെങ്കിൽ അതും കൂടി ഈ സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി മഷ്റൂം കറികൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കും കഴിച്ചു വെച്ചപ്പോൾ ഇന്ന് രാത്രി വലിയ പണിയില്ല. അച്ചു ഡയറ്റിംഗ് ആണ്, ചെറുതായിട്ടൊരു ഡയറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരാഴ്ച നല്ല ഫുഡ് അടിയായിരുന്നു. ഇപ്പോൾ സദ്യയും അല്ലാതെ നോൺ വെജുമായിട്ടൊക്കെ ഒരുപാട് ഭയങ്കരമായിട്ട് കഴിപ്പായിരുന്നു. ഞാനും അച്ചും ഒക്കെ നന്നായിട്ട് കഴിച്ചു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊന്ന് ഒരാഴ്ച ഒന്ന് ഡയറ്റ് ചെയ്ത് നോക്കാമെന്ന്. വന്നപ്പം തന്നെ കുറച്ച് ചോറ് കഴിച്ചു. അപ്പം അതുകൊണ്ട് ഇനി രാത്രി അവൾക്കൊന്നും വേണ്ട. അപ്പം ഞാനൊന്നും കഴിക്കുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വയ്യായിക ഉള്ളതുകൊണ്ട് തന്നെ എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. അപ്പം നമുക്ക് ഇപ്പോൾ രാത്രി അപ്പോൾ ഇതൊക്കെ ഉള്ളു പണി. അമ്മ കഞ്ഞി കുടിച്ചു. അമ്മയ്ക്ക് ഇന്നത്തെ കഞ്ഞി ഉണ്ടായിരുന്നു. അമ്മ അത് കഞ്ഞി കുടിച്ചു. അപ്പോൾ ആമയ്ക്കും വേണ്ട എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇതിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. പിന്നെ പ്രത്യേകിച്ച് ഇന്നിപ്പം പണിയൊന്നുമില്ല കേട്ടോ. നാളെ രാവിലെ എണീച്ച് ചപ്പാത്തി ഉണ്ടാക്കണം, എഗ് ബുർജി ഉണ്ടാക്കണം. അപ്പം ഞാൻ രാവിലെ എണീച്ച് നിങ്ങൾ കാണിക്കുക എങ്ങനെയാണ്. എഗ് ബുർജിയൊക്കെ നോർമലായിട്ട് എല്ലാവരും ഉണ്ടാക്കുന്ന രീതി തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ. അപ്പം കിച്ചണെല്ലാം ഞാൻ ക്ലീൻ ആക്കി ഇട്ടു. അപ്പോൾ പിന്നെ വേറെ ഇങ്ങനെ ക്ലീൻ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എണീച്ച് വരുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. പക്ഷെ എല്ലാം കുളമാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുക്കള കയറാൻ തന്നെ തോന്നത്തില്ല. ഇത് ഞാൻ രാവിലെ എണീച്ചിട്ടോ 5 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ്. രാവിലെ ഇപ്പം വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പം ഞാൻ നിലയും മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെക്കാനായിട്ടുള്ള പരിപാടിയാണ്. ഞാൻ ബോൾസൊക്കെ ആക്കി ചപ്പാത്തി പരത്താൻ പോകാം കേട്ടോ. പെട്ടെന്ന് ജോലി തീർത്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് നേരം കൂടെ പോയി കിടക്കാം. ശരിക്കും പറഞ്ഞാൽ രാത്രി ഉറക്കമില്ല. രാത്രി 12 വയ്യായിക ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ 12-12:30 ഉറങ്ങിയപ്പം. പിന്നെ 5 മണിക്ക് എണീക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ചപ്പാത്തി കുഴച്ച് വെച്ചിട്ടുണ്ടായതുകൊണ്ട് എളുപ്പമാണ്. അപ്പോൾ പരത്തി ഇങ്ങോട്ട് പേപ്പറിലോട്ടിടും. പിന്നെ പെട്ടെന്ന് ചുട്ടെടുക്കും. ഇങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. നിങ്ങൾ രാവിലെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? ഞാൻ അച്ചുവിന് കൊണ്ടുപോകാനും ഒക്കെ കഴിക്കാൻ 2 ചപ്പാത്തി, പിന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ചപ്പാത്തിയും കൂടെ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ പിന്നെ എണീച്ചിട്ടാണ് ഞാനും എനിക്കും ഉള്ളത് ഞാൻ പിന്നെ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചപ്പാത്തി പരത്തി വെച്ചു. ഇനി അതെല്ലാം കൊണ്ട് വെച്ചിട്ട് പിന്നെ ഞാൻ ഒന്നുകൂടെ കിടന്നുറങ്ങി രാവിലെ പിന്നെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴാണ് എണീക്കുന്നത്. ആ സമയത്ത് വന്നിട്ടാണ് ചൂടോടെ ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ ബാക്കി മാവൊക്കെ ഞാൻ പൊതിഞ്ഞങ്ങ് വയ്ക്കും. പിന്നെ ഇനി അടുത്ത ട്രിപ്പ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് സെയിം മാവ് തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ എനിക്ക് പക്ഷേ ചപ്പാത്തി ഉണ്ടാക്കാൻ കുറച്ച് എളുപ്പമാണ്. അപ്പം എണ്ണ അനുസരിച്ച് ഞാൻ ഉണ്ടാക്കുള്ളൂ. ഒരുപാട് ഉണ്ടാക്കി വയ്ക്കത്തില്ല. ഒരുപാട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലും കട്ടിയായി പോവും. അതനുസരിച്ച് ഉണ്ടാക്കാറുള്ളൂ. ഇനിയിപ്പോൾ സ്റ്റൗവൊക്കെ കത്തിച്ച് പടപടയെന്ന് ഉണ്ടാക്കി എടുക്കും. ചപ്പാത്തി നമ്മൾ പരത്തി വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്. സ്പീഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് പെട്ടെന്ന് അതായത് ഓരോന്നും ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ക്ലീൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. അല്ലെങ്കിൽ പിന്നെ അവസാനം എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് മടുക്കും. അതുകൊണ്ട് ചെയ്യുന്ന ജോലികൾ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ മറ്റേ വൃത്തിയില്ലാതെ കിടക്കുന്ന സ്ഥലത്തെല്ലാം നമ്മൾ അപ്പോഴും വൃത്തിയാക്കുവാണെങ്കിൽ സൂപ്പറായിരിക്കും, എളുപ്പമായിരിക്കും നമുക്ക്. ഇനി ഞാൻ പെട്ടെന്ന് അങ്ങ് ചപ്പാത്തി ഉണ്ടാക്കിയോ അതിൻ്റെ കൂടെ തന്നെ എഗ് ബുർജിയും കൂടെ അങ്ങ് ഉണ്ടാക്കും. അപ്പം ഒരു 6-6:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ജോലി തീരും. അപ്പോൾ നമ്മുടെ എഗ് ബുർജി ഉണ്ടാക്കാനായിട്ട് ഞാൻ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചപ്പാത്തി ഉണ്ടാക്കാനുള്ള അടുപ്പും കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പടപടയെന്നെല്ലാം ആവും. അപ്പോൾ എഗ് ബുർജി ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. നിങ്ങൾ ഈ രീതി തന്നെയാണോ ഉണ്ടാക്കുന്നത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അതായത് ചീനിച്ചട്ടി വെച്ച് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 സ്പൂൺ കടുക് ഇട്ടു. ഇനി അത് പൊട്ടിയിട്ട് ബാക്കി നമുക്ക് സാധനങ്ങൾ ഇട്ട് കൊടുക്കണം ഓരോന്നോരോന്നായിട്ട്. എളുപ്പമായിട്ട് നമ്മുടെ ഈ എഗ് ബുർജി ഉണ്ടാക്കാനായിട്ട് തന്നെ. പിന്നെ കടുക് പൊട്ടിയതിന് ശേഷം അതിനകത്തേക്ക് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിലൊന്ന് മൂത്ത് വരുമ്പോഴല്ലേ കറിവേപ്പില ഒന്നായി വരുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തേക്ക് സവാള ഇട്ടു. ഞാനൊരു 3 സവാള എടുത്തിട്ടുണ്ട്. അപ്പം സവാളയുടെ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ എഗ് ബുർജിയും കൂടെ ക്വാണ്ടിറ്റിയും കൂടും കേട്ടോ. അത് എത്ര വേണോ അതനുസരിച്ചിടുക. അപ്പോൾ സവാള ഇട്ടു. സവാള ഒരുപാട് വഴന്ന് ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ. സവാള ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മളതിനകത്തേക്ക് തക്കാളി ഇടും.
ബാക്കിയൊക്കെ വളരെ എളുപ്പമുള്ള സ്പീഡ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾക്ക് ആ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. സവാള ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേക്ക് ഞാനതിനകത്തേക്ക് ഒരു വലിയൊരു തക്കാളിയുടെ ഹാഫാണ് എടുത്തേക്കുന്നത് കേട്ടോ. കുഞ്ഞു തക്കാളിയാണെങ്കിൽ ഒരെണ്ണം ഇടാം. അപ്പോൾ അത് തക്കാളി ഇട്ട് നന്നായിട്ട് ചെറുതായിട്ട് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്താണ് ബാക്കി ഇൻഗ്രീഡിയൻസ് മുട്ട ചേർത്ത് കൊടുക്കാനുള്ളത്. അതിന് മുമ്പ് പൊടികൾ കുറച്ച് ചേർക്കാനുണ്ട്. അത് ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഇടുമ്പം പറഞ്ഞുതരാം. അപ്പം നമ്മുടെ ചപ്പാത്തിയുടെ കല്ലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് രണ്ട് സൈഡിലുമായിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ചപ്പാത്തി നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മുടെ ആശീർവാദിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിരിക്കും. ഇനി നമുക്ക് രണ്ട് സൈഡും തിരിച്ച് ഞാൻ ഓയിൽ കുറച്ചൊന്ന് തടവും കേട്ടോ. അതിനകത്ത് കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആവും. നമ്മുടെ എഗ് ബുർജിയിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കാനുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല. ഇത്രയേ ഉള്ളൂ, വേറെ ഒരു പൊടിയില്ല. ഇതാണ് അതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത്. ഈ ഒരു 3 പൊടിമുളക് മാത്രമേ ഞാൻ അതിനകത്ത് ചേർക്കത്തുള്ളൂ. അപ്പം അതും കൂടെ എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ആ പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ട് നമുക്ക് എത്ര മുട്ട വേണോ അതനുസരിച്ച് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. പിന്നെ അതൊന്ന് ചിക്കി തോർത്തിയെടുക്കുക. പക്ഷെ ഒരുപാട് ഡ്രൈ ആയി പോകരുത് കേട്ടോ. ഒരു ചെറിയൊരു വെള്ളമയം വേണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എത്ര മുട്ട വേണമെന്നനുസരിച്ച് ഞാൻ ഒരു 3 മുട്ടയാണ് ഇവിടെ പൊട്ടിച്ചൊഴിക്കുന്നത്. എന്നാൽ മാത്രമേ അത്യാവശ്യം കാണത്തുള്ളൂ കേട്ടോ. അതിനുശേഷം ചിക്കി തോർത്തെടുക്കുക. അതിനുശേഷം ചപ്പാത്തിയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ എഗ് ബുർജിയൊക്കെ അവിടെ റെഡിയായി. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇപ്പോൾ ലാസ്റ്റ് ചപ്പാത്തിയാണ്. ഇതുകൂടെ ആയിക്കഴിഞ്ഞാൽ ചപ്പാത്തിയും റെഡിയായി. അതുപോലെ തന്നെ എഗ് ബുർജി റെഡിയായി കേട്ടോ. വേറെ പണി ഏകദേശമൊക്കെ തീർന്നു. ഇനി ഒന്ന് ക്ലീൻ ചെയ്യുക. പിന്നെ അച്ഛൻ്റെ യൂണിഫോം തേക്കണം. അത് ജോലിയാണ്. അതോടെ കഴിയുമ്പോഴത്തേക്കും ഇന്നത്തെ പണി കഴിയും.
നമ്മൾ ചപ്പാത്തി എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ കറക്റ്റ് തീയിലായിരിക്കണം, തീ വെച്ചിട്ടാണ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതെങ്കിൽ കറക്റ്റ് ഒരു ഫ്ലെയിം കറക്റ്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഇതുപോലെ ഫുൾക്ക പോലെ പൊന്തി വരത്തുള്ളൂ. ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതുപോലൊന്നും വരത്തില്ല. കറക്റ്റ് ചില ദിവസങ്ങളിലൊക്കെ നല്ല സൂപ്പറായിട്ട് വരും. ഇതുപോലെ ഫുൾക്ക പോലെ പൊങ്ങി വരുന്ന ചപ്പാത്തിയൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ തീ കറക്റ്റായിട്ട് നമ്മൾ ഇടുക. പിന്നെ അതേ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം കുറച്ചേ ഉള്ളായിരുന്നു, അപ്പം വെള്ളം കൂടെ തിളപ്പിക്കാൻ വെച്ചു. പിന്നെ ഇനി അച്ചുവിന് ടിഫിനകത്ത് ചപ്പാത്തിയൊക്കെ വെക്കണം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ യൂണിഫോമും കൂടെ അയൺ ചെയ്യുമ്പോൾ ഇന്നത്തെ രാവിലത്തെ പണി കഴിയും. ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ ഞാൻ 4 എണ്ണം വെക്കും കേട്ടോ. 3 എണ്ണമൊക്കെ വെച്ചാൽ മതി എന്ന് പറയും, പക്ഷേ ആ സമയം വിശപ്പ് വരും, നല്ല രീതിയിൽ വിശക്കും. അപ്പോൾ ഞാൻ 4 എണ്ണം വെക്കും. പിന്നെ എഗ് ബുർജി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചപ്പാത്തി എഗ് ബുർജിയും ഭയങ്കര കോമ്പിനേഷനാണ്, ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനത് 4 ചപ്പാത്തി എഗ് ബുർജി ബൗളിൽ വെച്ച് കൊടുക്കും. അതിപ്പോൾ എല്ലാവരും കൂടെ കാണുമല്ലോ, ഫ്രണ്ട്സും എല്ലാവരും കൂടെ ആയിരിക്കും കഴിക്കുന്നത്. അപ്പോൾ അത് തീരും. അപ്പം അതും ഒന്ന് സെറ്റാക്കി വെക്കണം. അത് നമ്മളൊരു കുഞ്ഞൊരു ബൗളിലാക്കും. അതിനുശേഷം അത് നല്ല ചൂടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉടനെ അടച്ച് വെക്കത്തില്ല. ഉടനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് കഴിക്കാൻ എടുക്കുമ്പോൾ ചിലപ്പോൾ ചീത്തയാവും. അതുകൊണ്ട് അതിൻ്റെ ചൂടൊന്ന് അറിയതിന് ശേഷം മാത്രമേ അടച്ച് വെക്കത്തുള്ളൂ. ഇത് വെള്ളം നിറയ്ക്കണം. ഇനിയിപ്പോൾ അയൺ ചെയ്യണം. യൂണിഫോമൊന്നും എടുത്തിട്ടില്ലായിരുന്നു. ശരിക്കും ഇന്ന് വെനസ്ഡേ യൂണിഫോം ആയിരുന്നു, പക്ഷെ പിന്നെയാണ് വന്നത് നോർമൽ യൂണിഫോമാണെന്ന്. പിന്നെ അത് ഇനി അലമാരിയിൽ നിന്നൊക്കെ എടുത്ത് വെച്ചു. ഇനി നമുക്കൊന്ന് അയൺ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് വാരി കൊടുക്കണം. രാവിലെ കഴിക്കുന്നത് പാടാണ്, അപ്പോൾ ഞങ്ങൾ വാരി കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് കഴിച്ചോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം ഇനി ഇടുന്ന വീഡിയോസുകൾ നല്ല സപ്പോർട്ട് ചെയ്യുക. അപ്പം 50K സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ എനിക്ക് എത്ര ആ ഒരു 50Kയിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരുടെയും സ്നേഹം വേണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ലവ് യു ആൻഡ് ബൈ.